ഹലോ നമസ്കാരം. പൊന്നാക്കാരൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ദുബായ്ക്കാർക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ വാർത്തയാണ് ഇന്ന് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ തന്നെ എപ്പോഴും നിങ്ങളോട് പറയുന്നത് പോലെ വീണ്ടും 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 പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നടത്തുക. ഞാൻ എൻ്റെ ഭാഗത്തു നിന്നുള്ള മാക്സിമം നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള മാക്സിമം എനിക്കും തരണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ എന്ന് പറഞ്ഞാൽ ദുബായിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ദുബായിലുള്ളവർ ശ്രദ്ധിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതായത് 8, 9, 10 ദിവസങ്ങളിൽ അതിതീവ്രമായ മഴ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. മഴ ഉണ്ടാവുമെന്നാണ് പറയുന്നത്, സാധ്യത അല്ല, മഴ ഉണ്ടാവുമെന്നാണ് ഇവിടുത്തെ അധികൃതർ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ പല കാര്യങ്ങളും അതിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്. വീഡിയോ വെച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും എന്തൊക്കെയാണ് പറയുന്നത്, എങ്ങനെയൊക്കെയാണ് പറയുന്നത്, എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വീഡിയോ വെക്കുന്നുണ്ട്. അപ്പോൾ വീടിൻ്റെ കുറച്ച് ഭാഗം കേട്ടിട്ട് അതിൻ്റെ ചർച്ച ചെയ്തിട്ട് ബാക്കി ഭാഗങ്ങളും കാണാം. അപ്പോൾ ഈ ഒരു ഭാഗം ഒന്ന് കേട്ട് നോക്കട്ടോ. ഈ ഒരു കാലാവസ്ഥ മുന്നറിയിപ്പ് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഇന്നത്തെ തീയതി 2024 മാർച്ച് മാസം 7-ാം തീയതി, മാർച്ച് 8, 9, 10 വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ സിവിയർ റെയിൻ, തീവ്രമായിട്ടുള്ള മഴയായിരിക്കും UAE ഉടനീളം അനുഭവപ്പെടുന്നുണ്ടാവുക. 7, 8, 9 തീയതികളിലാണ് 8, 9, 10 തീയതികളിലാണ് നല്ല തീവ്രമായ മഴ ഉണ്ടാവുന്നുള്ളത്. എല്ലാ ന്യൂസുകളിലും എല്ലായിടത്തും അവർ ആദ്യം തന്നെ മുൻകൂട്ടി തന്നെ റിപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം പുറത്തിറങ്ങാൻ പാടില്ല. അതുപോലെ ഈ വാദികൾ, മല ഭാഗങ്ങൾ, അങ്ങനത്തെ ഭാഗങ്ങളിലേക്ക് പോകുന്ന ആ വഴികൾ, ഇതൊക്കെ ട്രാഫിക് നിയന്ത്രണം ഉണ്ടായിരിക്കും. അവിടേക്കൊന്നും പോകാൻ പാടില്ല. അതുപോലെ തന്നെ മാക്സിമം പുറത്തിറങ്ങാതെ വീട്ടിൽ ഒക്കെ ഇരിക്കാൻ തന്നെയാണ് അവർ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ സുരക്ഷിതരാവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ബാക്കിയും കൂടി കാണാം നമുക്ക് കേട്ടോ. അത് തന്നെ അബുദാബി ഭാഗത്തു നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. പിന്നീട് UAE എല്ലാ ഭാഗങ്ങളിലും മഴ ലഭിക്കും. മഴ മാത്രമായിരിക്കില്ല, ഇടിമിന്നലും ആലിപ്പഴ വർഷവും എല്ലാം തന്നെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും അനുഭവപ്പെടും. ശക്തമായിട്ടുള്ള മഴ ആയതുകൊണ്ട് തന്നെ വാദികൾ, അതുപോലെ തന്നെ മൗണ്ടെയിൻസ്, ഈ ഭാഗത്തേക്ക് പോകുന്ന റോഡുകളിലെല്ലാം തന്നെ ട്രാഫിക് നിയന്ത്രണങ്ങളോ നിരോധനമോ എല്ലാം തന്നെ പ്രതീക്ഷിക്കാം. അടുത്ത 3 ദിവസം ശക്തമായ മഴയുണ്ടാകുമെന്ന് ഒരു അൺയൂഷ്വൽ വാർത്താ സമ്മേളനത്തിലൂടെയാണ് കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അടുത്ത 3 ദിവസങ്ങളിലേക്ക് പുറത്തിറങ്ങാൻ പോകുന്നവരും മറ്റ് പ്രോഗ്രാംസ് പ്ലാൻ ചെയ്യുന്നവരും എല്ലാം തന്നെ ഇക്കാര്യം മനസ്സിൽ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. മലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വഴികൾ അടച്ചിടുന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ പിന്നെ നല്ല ഇടി മിന്നലോട് കൂടിയിട്ടുള്ള മഴയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ നമ്മളെ ആലിപ്പഴം വീഴാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ മഴയിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കാരണം ഈ ഐസ് വീണിട്ട് വണ്ടികളുടെ ഗ്ലാസ് പൊട്ടിയതുണ്ട്. വണ്ടികളുടെ ബോണറ്റൊക്കെ ഒരു കുത്തു പോലെ ഒരു ഞെളുക്കം സംഭവിച്ചിട്ടുള്ള ഒരുപാട് വണ്ടികൾ അങ്ങനെ നമുക്ക് കാണാൻ പറ്റി. അതൊക്കെ ആ സമയത്ത് ഉണ്ടായതാണ്. അപ്പോൾ അബുദാബിയിൽ നിന്നാണ് ഈ മഴ തുടങ്ങി വന്ന് പിന്നെ ദുബായിൻ്റെ എല്ലാ മേഖലയിലും മഴ കിട്ടുമെന്നാണ് പറയുന്നത്. എല്ലാ മേഖലയിലും ഈ 8, 9, 10 തീയതികളിൽ എല്ലാ മേഖലയിലും അതിതീവ്രമായ മഴ ഉണ്ടാവുമെന്നാണ് പറയുന്നത് കേട്ടോ. അത് ചെറിയ മഴ എന്നല്ല, അതിതീവ്രമായ മഴ ഉണ്ടാകുന്ന പറയുന്നത്. അതും ഇടിമിന്നൽ കാറ്റോട് കൂടിയിട്ടുള്ള മഴ ഉണ്ടാകുന്ന പറയുന്നത്. അപ്പോൾ അധികൃതർ ആദ്യം തന്നെ നമ്മളോട് ഇതൊക്കെ മുൻകൂട്ടി പറയണം. എന്തിനാന്ന് പറഞ്ഞാൽ നമ്മൾ സേഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. വാഹനം ഓടിച്ചു പോകുന്നവർ മാക്സിമം പോവാതിരിക്കുക, വാഹനം ഓടിക്കുന്നവർ മാക്സിമം പോവാതിരിക്കാൻ ശ്രമിക്കുക. കാരണം റോഡിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അവർ ഇത്രയും ഈ ന്യൂസൊക്കെ ഇങ്ങനെ അത്രയും ഫ്ലഡാക്കി എല്ലാ ഭാഗത്തേക്കും ഷെയർ ചെയ്യാൻ വേണ്ടി പറയുന്നതൊക്കെ അതുകൊണ്ടാണ്. കാരണം ആർക്കും ഒന്നും സംഭവിക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനും ഇതെടുത്തിട്ടിപ്പോൾ പെട്ടെന്ന് കേട്ടപ്പോൾ ഞാനും പെട്ടെന്ന് എടുത്ത് വന്നത് അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് പോകാനുള്ള ശ്രമങ്ങൾ നടത്തുക, മാക്സിമം പോവാതിരിക്കുക. കാരണം നല്ല ശക്തമായിട്ടുള്ള മഴ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കാലാവസ്ഥാ നിരീക്ഷകർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തെറ്റാതെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും ഞാൻ അതും ഇത്രയും ഇതായിട്ട് ഞാനും പറയാൻ കാരണം അതാണ്. കാരണം തെറ്റാറില്ല, അവർ പറഞ്ഞത് വളരെ കറക്റ്റായിട്ട് നടക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, കൂടുതലും മാക്സിമം ഇറങ്ങാതിരിക്കുക. പിന്നെ വേറൊരു സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ലീവ് ദിവസം ആയതുകൊണ്ട് ഒരുപാട് ആളുകളൊന്നും സ്കൂൾ ഓൾറെഡി ശനി ഞായറും സ്കൂൾ ലീവ് ആയതുകൊണ്ട് സ്കൂളില്ല. പിന്നെ ഗവൺമെൻറ് ഓഫീസുകളൊക്കെ ലീവാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുവിധം ആളുകളൊന്നും ഇറങ്ങാൻ സാധ്യതയില്ല. പിന്നെ ഈ ലേബർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നത് അവർക്കും ലീവ് കൊടുക്കുന്നതാണ് തോന്നുന്നത്.
പോകുന്നത്. കാരണം ഇത് മുൻകൂട്ടി അറിയിച്ചത് കൊണ്ട് അവർക്കും ലീവ് കൊടുക്കുന്നത് തോന്നുന്നു. അവർക്ക് ലീവ് കിട്ടട്ടെ, അവരും സേഫായിട്ടിരിക്കട്ടെ, എല്ലാവരും സേഫായിട്ടിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. കാരണം റോഡിലൊക്കെ നല്ല ചെറിയ മഴ പെയ്താൽ മതി, ഇവിടെ നന്നായിട്ട് വെള്ളം നിൽക്കും. കാരണം വെള്ളം നിന്ന് കഴിഞ്ഞാൽ വണ്ടി ഒരുപാട് വണ്ടികൾ അങ്ങനെ തന്നെ ബ്ലോക്കായിട്ട് റോഡിൽ ബ്ലോക്കായിട്ട് നിൽക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് പോവുക. അപ്പോൾ ഇപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ്, നല്ല മഴയ്ക്ക് സാധ്യതയുണ്ട്. നല്ല മഴയായിരിക്കും. 8, 9, 10 തീയതികളിൽ ഇടി മിന്നലോട് കൂടി കാറ്റോട് കൂടിയിട്ടുള്ള ഐസ് മഴ ആയിരിക്കും പെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ശ്രദ്ധിച്ച് പോവുക. ഓക്കെ, ടേക്ക് കെയർ, കെയർഫുൾ, ബൈ.